ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ജോബിറ്റ് ജോർജ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഗാർഡനുണ്ട്, ചെറിയൊരു ഗാർഡനുണ്ട്. ഒത്തിരി വലിയ ഗാർഡനൊന്നുമില്ല, ചെറിയൊരു ഗാർഡനാണ്. അത്യാവശ്യം കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോ വർഷങ്ങളിലും ചെയ്തു പോരുന്നതാണ്. അപ്പോൾ എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് നിറച്ച് പുല്ല് പിടിച്ചെടുക്കും. അപ്പോൾ പുല്ലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റായിട്ട് ഇടണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഗൈസ്, ഇത് കണ്ടോ, നമ്മുടെ കുറച്ച് ക്യാൻഡലൂപ്പിൻ്റെ തൈകളുണ്ടായി വരുന്നുണ്ടോ. നമ്മളിവിടെ ക്യാൻഡലൂപ്പ് മേടിച്ചിട്ട് അതിൻ്റെ കൊണ്ടുപോയി വെതറിയതാണ്. എല്ലാം മുളച്ച് വരുന്നുണ്ട്, ഇങ്ങനെ അടിപൊളിയായിട്ട് മുളച്ച് വരുന്നത് കൂട്ടത്തോടെ. ഇതുണ്ട്, ഇതെൻ്റെ ഒനിയനാണ്. നമ്മുടെ സവോളയില്ല, നാട്ടിലെ സവോളയാണ് ഞാൻ ഈ നട്ടിരിക്കുന്നത്. സവോള മുളച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽപ്പുണ്ട്. എൻ്റെ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ മൊത്തം പുല്ലൊക്കെയാണ്. ഇപ്പം മൊത്തം പുല്ല് പിടിച്ചെടുക്കുക. അപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെന്നും. അതുകൊണ്ട് ഇനി പുല്ല് പറിക്കുക എന്നുള്ളതാണ് മെയിൻ ഇവിടുത്തെ കാര്യം. ഭയങ്കര പുല്ലാണ്. ഒരു ദിവസം വീടുണ്ട്, ഈ വീട് മൊത്തം പുല്ലിൽ കൂടെ വന്നിട്ട് കയറുന്നുണ്ട്. അപ്പോൾ എങ്ങനത്തെ വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് കൂട്ടൊരു വീടാണിത്. ഇത്തരൊരു മഞ്ഞപ്പൂ പോലെ ഉണ്ടാവും. മഞ്ഞപ്പൂ അത് ഈ ഉണങ്ങിയിട്ട് കാറ്റത്ത് പറന്ന് എല്ലായിടത്തോടെയും വന്നിട്ട് ഭയങ്കരമായിട്ട് പടരും ഇത്. അതാണ് ഇവിടെ കാനഡയിലെ ഒരു പ്രശ്നം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോണൊക്കെ ഫുള്ള് നശിപ്പിച്ച് വെക്കുക. ഞാൻ കാണിച്ചുതരാം മഞ്ഞപ്പൂ, എങ്ങനത്തെ മഞ്ഞപ്പൂ വന്നത്. ഇപ്പോൾ വെയിലായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എല്ലാം ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുണ്ടോ ഈ മഞ്ഞപ്പൂ വിടർന്നിട്ട്, ഇതിപ്പോൾ വിടരാതെ നിൽക്കുന്ന ഈ മഞ്ഞപ്പൂ വിടർന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങും. അത് ഉണങ്ങിയിട്ട് അതിൻ്റെ ഒരു പൊടി പോലെ, ഈ പഞ്ഞി പോലെ, നമ്മുടെ നാട്ടിൽ പഞ്ഞി പോലെ എല്ലാ തോട്ടത്തെയും കിടന്ന് പടരും അത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അത് എൻ്റെ ലോണിക്കൂടെ മൊത്തമായിട്ടുണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫുള്ള് ഇങ്ങനെ മരുന്നടിച്ച് കളഞ്ഞതായിരുന്നു. പക്ഷേ കാര്യമില്ല, എല്ലാ വർഷവും പിന്നെയും മണ്ണ് നമുക്കുണ്ടാവും. നമുക്ക് നമ്മുടെ വീട്ടിലെ കളഞ്ഞാൽ പോലും അയൽക്കത്തുള്ള വീട്ടിൽ നിന്ന് നമുക്ക് അവരുടെ പറമ്പിൽ നിന്ന് കാറ്റത്ത് പറന്ന് വരും. നല്ല കാറ്റാണ് ഇവിടെ മിക്കപ്പോഴും തന്നെ. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഒനിയനാണ് കണ്ടത്. ഞാനിവിടെയൊക്കെ എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങാണ് കുഴിച്ചിട്ടായിരുന്നത്. ഉരുളക്കിഴങ്ങ് മുളച്ചിട്ടില്ല, മുളച്ച് വരുന്നേ ഉള്ളൂ. രണ്ട് മഴ വന്നു കഴിയുമ്പോൾ മുളച്ച് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ഗാർലിക്കാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ഗാർലിക്കാണ്, ഇത് വേറെ ഗാർലിക്കാണ്. എല്ലാം പുല്ല് കയറി കിടക്കും. അത് ഈ പുല്ല് ഫുള്ള് പറിക്കണം. നമുക്കിപ്പം പുല്ലാണോ ഗാർലിക്കാണോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം വന്നേക്കണത്. ഇവിടെ ഞാൻ കുറച്ച് ബീൻസ് നട്ടിട്ടുണ്ട്. ബീൻസ് മുളച്ച് വരുന്നേ ഉള്ളൂ. 1-2 ബീൻസ് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. 1-2 5-6 മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഇതൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രീൻ ഒനിയനാണ് ഇതാ നിൽക്കുന്നത്. ഗ്രീൻ ഒനിയൻ നിൽക്കുന്നതാണ് കണ്ടോ. ഇതെല്ലാം ഗ്രീൻ ഒനിയനാണ് നിൽക്കുന്നത്. പുല്ല് കറിക്ക് നമുക്ക് ഈ പുല്ലെല്ലാം ഫുള്ള് വലിച്ചു പറിക്കണം. ഇനി അതൊരു ഭയങ്കര ഒരു ചടങ്ങാണ്, അത് പുല്ല് വലിച്ചു പറിക്കുക എന്നുള്ളത്. പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോയാണ്. ഇതൊരു ടൊമാറ്റോയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടൊമാറ്റോ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ വഴുതന നട്ടിട്ടുണ്ട്. ഇവിടെ വഴുതന ഒരെണ്ണം ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ടായി വരുന്നുണ്ട്. നമുക്ക് അവിടെ ഒരെണ്ണമുണ്ട് വഴുതന. പിന്നെ ഇടയ്ക്ക് ഇവിടെ സ്നോ പെയ്തായിരുന്നു ഇടയ്ക്ക്, ഈ സമ്മറിൽ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ. അപ്പം പിന്നെ കാറ്റും എല്ലാം കൂടെ വന്നപ്പോൾ നമ്മുടെ കളഞ്ഞു കുറച്ച് വഴുതന. നമ്മൾ അകത്ത് കുഴിച്ചിട്ട് വഴുതനയായിരുന്നു. പുറത്ത് കുഴിച്ചിട്ടപ്പോൾ ഈ വെയിലെല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ അതൊക്കെ ഒരു വാടിയൊക്കെ നിൽക്കും. പക്ഷേ കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ആ മഴയുടെ ശക്തിയിൽ കയറി വരുന്നുണ്ട്. ഇത് തക്കാളിയാണ്. പിന്നെ നമുക്ക് ഇതൊരു മുളകാണ് ഇത് നിൽക്കുന്നത്. നമ്മുടെ ക്യാപ്സിക്കനാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊരു തക്കാളിയാണ്. ഇത് നമ്മൾ മുളപ്പിച്ചിട്ട് കുഴിച്ചിട്ട് തക്കാളിയും അതുപോലെ നമ്മൾ മേടിച്ച് തക്കാളിയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇത് നല്ല കരുത്തിന് നിൽക്കുന്നത്. ഇവിടെ നല്ല കരുത്തിന് നിൽപ്പുണ്ട് കണ്ടോ. ഈ തക്കാളി നമ്മൾ അകത്ത് മുളപ്പിച്ച തക്കാളിയാണ്. അകത്ത് മുളപ്പിച്ചിട്ട് പുറത്ത് കുഴിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നല്ല കാറ്റാണ് ഇപ്പോഴും കാറ്റാണ്. കാനഡയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് ഈ ഭാഗത്ത് എല്ലാം. ഇതൊരു വെണ്ടയാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെണ്ടയില്ല, വെണ്ട മുളപ്പിച്ചതാണ്. പക്ഷേ കാറ്റത്ത് അതിൻ്റെ താഴത്തെ ഇലയെല്ലാം കാറ്റ് കളഞ്ഞു. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ചില ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇവിടെ ഞാൻ ഇതുണ്ടോ ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് വെച്ച് കമത്തി വെച്ചേക്കുക. ഇതുകൊണ്ട് ഇതാണ് എന്നാ പറഞ്ഞേ, ഞാൻ പൊക്കി കാണിച്ചു തരാം. നമ്മുടെ ക്യാബേജാണ് ഇത് ഇരിക്കുന്നത്, ക്യാബേജ്. നിങ്ങൾക്ക് അവിടെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വേറെ ഓർണമെൻ്റ് ഉണ്ട്, ഒരു ക്യാബേജും കൂടെ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് എന്നാ പറഞ്ഞാൽ ചീര നട്ടിട്ടുണ്ടായിരുന്നു. ചീര പതുക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ, 1-2 ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഈ മുളച്ച് വരുന്നതിന് തന്നെ പർപ്പിൾ ഉരുളക്കിഴങ്ങാണ് ഈ മുളച്ച് വരുന്നത്. പർപ്പിൾ കളറുള്ള ഉരുളക്കിഴങ്ങാണ്, നെയ്ബർ തന്നതാണ് നമുക്ക് ആ ഉരുളക്കിഴങ്ങ്. പിന്നെ ഇതൊക്കെ തക്കാളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു തക്കാളി ഇപ്പുണ്ട്, ഇവിടെ ഒരു തക്കാളി ഇപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് കുക്കുംബറാണ്, ഈ നിൽക്കുന്ന കുക്കുംബറാണിത്. ഇത് നമ്മുടെ നാട്ടിലെ മുളകാണിത്, നീളത്തിലുള്ള നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളകില്ലേ, ആ മുളകിൻ്റെ തൈയാണിത്. അപ്പോൾ അതൊക്കെ മുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, ഇങ്ങനെ കണ്ട എല്ലാം പൂവിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതും വേറൊരു മുളകാണ്, ഇതും അതുപോലെ തന്നെ സെയിം തന്നെ മുളകാണിത്. ഇത് ഞാൻ ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് വെച്ച് മൂടി വെച്ചേക്കും. എന്നാന്നുണ്ടെങ്കിൽ വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പയറുണ്ടായി വരുന്നുണ്ട് നമുക്കിവിടെ കണ്ടോ. ഇതിൻ്റെ മൊത്തം പുല്ല് കയറിയേക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുല്ലെല്ലാം വലിച്ചു പറിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പുല്ലെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ശരിക്കും ഗാർഡനിൻ്റെ. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന നമ്മുടെ ഇതാണ് എന്നാ പറഞ്ഞത്, നമ്മുടെ മത്തങ്ങയില്ലേ, മത്തയാണ് ഈ കയറി പോകുന്നത്. അവൻ കയറി ഇങ്ങോട്ട് പോകുന്നുണ്ട്, പുല്ലിൻ്റെ അടുക്കള കയറി അങ്ങോട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക്. ഇത് നമ്മുടെ ഒരു ചെറിയ മരമാണ് നിൽക്കുന്നത്. ചെറിയുടെ തൈ കൊണ്ടുപോയി ഞാൻ കുഴിച്ചിട്ട് തരാം. അതിൻ്റെ ചെറുതായിട്ട് കുറേ നിറച്ച് ചെറികളുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രാവശ്യം ഇവിടെ സ്നോ വന്നായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പോൾ ആ സ്നോ വന്നു കഴിഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ട് വന്ന സ്നോയാണ്. ആ സ്നോ ഈ ചെറികളെല്ലാം കളഞ്ഞു. ഇത് കണ്ടോ, കുറച്ച് ചെറികൾ കിടപ്പുണ്ട് അടുത്തേക്ക്, 2-3 ഉണ്ട് ചെറിയ. ഇത് പിടിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചെറിയുടെ പേരെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ജുവൽ ചെറി എന്നാണ് പേര്. കാർമിൻ ജുവൽ ചെറി എന്നാണ് ശരിക്കും ഈ ചെറിയുടെ പേര്. ഇതാണ് എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ കാണണമെങ്കിൽ. പിന്നെ നമുക്കിവിടെ ഒരു പിയറിൻ്റെ തൈയുണ്ട്, പിയർ കുഴിച്ചിട്ടുണ്ട് കണ്ടോ, ഇതാണ് പിയറിൻ്റെ തൈ. പിന്നെ നമുക്കിവിടെ ഒരു എന്നാ പറയുക മുന്തിരിയുണ്ട്, മുന്തിരിയുടെ കണ്ടോ, മുന്തിരി ചെറുതായിട്ട് കാച്ച് തുടങ്ങിയിട്ടുണ്ട് മുന്തിരി കണ്ടോ. അതിലെതിരെ മുന്തിരിയുടെ ഇതാണ് ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇതൊരു ആപ്പിൾ മരമാണ്. ഈ വർഷം അവന് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെതറിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. തളത്ത് വരുന്നുണ്ട്. തളക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ തളത്ത് വരുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ പൂവിടുന്ന സമയമായിരുന്നത് ഈ ആപ്പിള്. പക്ഷേ ഇങ്ങനെ നിൽക്കുക, ഉണങ്ങിയൊന്നും പോയിട്ടൊന്നുമില്ല. പതുക്കെ ഇങ്ങനെ ഒരു തളുപ്പ് പതുക്കെ വരണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ നമ്മുടെ ഗാർഡനിൽ പുല്ല് പറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുമാതിരി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ പുല്ല് പറിച്ചു. ഇപ്പോൾ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ട്, അപ്പുറം വീടുകളിൽ വന്നിട്ട് പുല്ല് വെട്ടുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെ പുല്ല് നമ്മൾ വെട്ടിയില്ലെങ്കിൽ വന്ന് നമ്മൾ ഫൈൻ പേ ചെയ്യണം. നമ്മൾ അവിടെ ഒരു അമ്മച്ചി നിന്ന് പുല്ല് വെട്ടുന്നുണ്ട്. ഇപ്പുറം വേറൊരു പുള്ളി അവിടെ നിന്ന് പുല്ല് വെട്ടുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മളിങ്ങനെ പുല്ല് വെട്ടിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് വന്നിട്ട് നമുക്ക് ഫൈൻ തരും. നമ്മൾ ഏത് ടൗണാണോ ആ ടൗണിൻ്റെ കീഴിലുള്ള ടൗൺ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഫൈൻ തരും. നമുക്ക് ഫൈൻ നമ്മൾ പേ ചെയ്യണം. അതിലിപ്പം 100 200 ഒക്കെ ആയിരിക്കും നമുക്ക് ഫൈൻ തരുന്നത്. അത് ഫൈൻ പേ ചെയ്യുന്നേക്കാളും പേര് നമ്മൾ മര്യാദയ്ക്ക് പുല്ല് വെട്ടുന്നത് തന്നെയായിരിക്കും നല്ലത്. കണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇവിടുത്തെ ഭാഗത്തെ പുല്ല് വെട്ടിയതാണ്. എൻ്റെ ബാക്കിലോട്ട് നിങ്ങൾ നോക്കിയറിയാം, ഭാഗത്തെ പുല്ല് വെട്ടിയതാണ്. അപ്പുറം ഇപ്പുറം നിന്ന് എല്ലാ വീടുകളിലും നിന്നിട്ട് ഓരോരുത്തരിൽ നിന്ന് പുല്ല് വെട്ടുന്നുണ്ട്. നമ്മുടെ ഗാർഡനിലെ പുല്ല് ഞാൻ ഏകദേശം പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഗാർഡൻ തെളിഞ്ഞ് കാണാം. നമുക്കിവിടെ
ഇതുണ്ടോ, ഞാനിവിടെ വാരം വാടി ഓരോന്നും നട്ടേക്കണതാണിത്. ഉരുളക്കിഴങ്ങൊക്കെയാണ് നട്ടണം. ഉരുളക്കിഴങ്ങ് മുളച്ച് വന്നിട്ടില്ല, മുളയ്ക്കാൻ സമയം ആവുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഗാർലിക്ക് കേട്ടോ. ഇപ്പോൾ ഗാർലിക്കൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഗാർലിക്കൊക്കെ ഇപ്പോൾ ഞാൻ നിൽപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ സാധനങ്ങൾ കുറച്ച് കുഴിച്ചിടുവാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് സാധനങ്ങൾ നമുക്ക് വിൻ്ററിലോട്ടൊക്കെ മേടിച്ചാൽ ഇതൊക്കെ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ പറിക്കാറാവത്തുള്ളൂ. ഗാർലിക്കും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം. സമ്മർ ടൈമിൽ നമുക്ക് ഈ സവോളയൊക്കെ സമ്മർ തീരുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ച് എടുത്തു വയ്ക്കാൻ സാധിക്കും. നമുക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇത്രയും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ സവോളയാണ് നിൽക്കുന്നത്. സവോള നല്ല നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റത്തില്ല ഇപ്പം. ഇത് നമ്മുടെ ഗ്രീൻ ഒനിയനാണ് നിൽക്കുന്നത്. പുല്ല് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രീൻ ഒനിയൻ അത്രയും ഭാഗം നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റി. ഗ്രീൻ ഒനിയൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ബീൻസ് ആണെങ്കിൽ ഇമാരെ മുളച്ച് വരുന്നുണ്ടെങ്കിൽ കണ്ടോ. ഇവിടെ ഒരെണ്ണം മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം പൊങ്ങി നിൽപ്പുണ്ട്. ഇവിടെ ഇത് ഒരു പർപ്പിൾ ഉരുളക്കിഴങ്ങാണ് ഉണ്ടായി വന്നത്. പർപ്പിൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായി വരുന്നുണ്ട്. പിയർ നമ്മുടെ പിന്നെ വേറൊരു സാധനം ഉണ്ട് നമുക്ക് റാസ്ബെറി എന്ന് പറഞ്ഞ സാധനം. റാസ്ബെറി ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ കേട്ടോ. റാസ്ബെറി ഒരാട്ടുണ്ട്. പിന്നെ ഇത് ഡക്കിൻ്റെ അടിഭാഗമാണ്. ഇവിടെയാണ് ഞാൻ നമ്മുടെ പണിയായുധങ്ങൾ സാധനങ്ങളെല്ലാം വെച്ചാൽ തൂമ്പ, അതുപോലെ മമ്മട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിള്ളേരുടെ ഒരു ട്രക്കാണിത്, ചെറിയ ട്രക്ക്. അവർ ബൈക്ക് അടിക്കൂടെ ഓടിക്കുന്നതാണ്, റോട്ടിൽ കൂടെയൊക്കെ ഓടിക്കുന്നതാണ് ചെറുതായിട്ട്, സൈഡ് വാക്കി കൂടെയൊക്കെ. ഇത് കാനഡ വന്ന സമയത്ത് പിള്ളേർക്ക് മേടിച്ചു കൊടുത്തതാണ്. അത് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. ഇത് ഇപ്പോൾ ചാർജിങ്ങിൽ വെച്ചേക്കും ഞാനിപ്പോൾ അത്. പിന്നെ പെൺപിള്ളേരുടെ സൈക്കിളാണ് ഇരിക്കുന്നത്. ആളുമാരടക്കിലൂടെ സൈക്കിള് ചവിട്ടുന്നതാണ്. പിന്നെ ഞാനിത് ഇതാണ് നമ്മുടെ പുല്ല് വെട്ടുന്ന സാധനം. ഇപ്പം കണ്ടില്ല, അപ്പുറം ആൾക്കാർ പുല്ല് വെട്ടുന്ന കണ്ടില്ലേ. പുല്ല് വെട്ടുന്ന യന്ത്രമാണ്. ഞാൻ മഴയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചേക്കണത്. മഴവെള്ളം വീണ് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പിന്നെ നമുക്ക് ഡക്കിൽ ഞാൻ കുറച്ച് കൃഷിയുണ്ട്. ഇത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില ഉണ്ടായേക്കണാണിത്. മല്ലിയില വിത്ത് പാകിയേക്കണാണ്. മല്ലിയിലയുടെ മുളച്ചെല്ലാം വരുന്നുണ്ട് മല്ലിയില. പിന്നെ ഇത് കുറച്ച് തക്കാളി ഞാൻ അകത്തുനിന്ന് എടുത്ത് പുറത്ത് കുഴിച്ചിടാതെ ചട്ടിക്കകത്ത് തന്നെ നിർത്തിയേക്കുവാണ് തക്കാളി. ഇത് പുതിനയാണ്. പുതിനയിൽ ഉണ്ടായി വന്നേക്കണാണിത്. ഇതാണ് നമ്മുടെ ഡക്കിൻ്റെ മേളിൽ നിന്നിട്ടുള്ള നമ്മുടെ സീന് പുറത്തേക്കുള്ള. എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ ഫെൻസ് അടിച്ചിട്ടുണ്ട്. എല്ലാ വീടിനും ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫെൻസ് കിട്ടിയേക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരുമാതിരി 5 to 6 അങ്ങനത്തെ ഒരു ഹൈറ്റിലാണ് എല്ലാവരും തന്നെ വീടിന് ഫെൻസ് അടിച്ചേക്കണത്. ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഫെൻസ് അടിക്കുന്നത്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ ബാക്ക് യാർഡിൽ അവർക്ക് കളിക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, പുറത്തേക്കൊന്നും പോകത്തില്ല. ഒരു സേഫ്റ്റി ഉണ്ട് നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡക്കല്ല മീൻസ് ഫെൻസ് അടിക്കുന്നത്. ഫെൻസ് പല രീതിയിൽ, ചിലർ മരത്തിൻ്റെ ഫെൻസ് ഉണ്ട്, ചിലർ ഇരുമ്പിൻ്റെ അയണിൻ്റെ ഫെൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചേക്കണത് മറ്റേ നമ്മുടെ അയണിൻ്റെ ഫെൻസാണ് വെച്ചേക്കണത്. അതാണ് ഇച്ചിരിയുടെ പഴക്കം ചെയ്യുന്നത്. അയണിൻ്റെ ഫെൻസ് കൂടുതൽ ഉറപ്പും, തടിയിനേക്കാളും കൂടുതൽ ഉറപ്പും അത് തന്നെയാണ്. ഇവിടെ ഇതൊക്കെ മരത്തിൻ്റെ ഫെൻസാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ, വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ തന്നെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എല്ലാവർക്കും ബൈ ബൈ.